പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന ചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആഗോള സഭ മെയ് 1 വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തൊഴിലാളി മധ്യസ്ഥനായ യോസേപ്പ് പിതാവിൻ്റെ നാൾ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ വായനയ്ക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് യേശു നാസറത്തിൽ തിരസ്കരിക്കപ്പെടുന്ന ആ സംഭവമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 53-58. അതിൽ ഒരു ചോദ്യം ഞാൻ എടുത്തു കാണിക്കട്ടെ. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടാത്ത യേശു. കാരണം അവനെ അവർക്കെല്ലാവർക്കും അറിയാം, അവൻ ആശാരിയുടെ മകനല്ലേ. ഈ ആശാരിയുടെ മകനായത് എന്തോ ഒരു കുറവ് പോലെയാണ് തോന്നുക. ഇപ്പോൾ തൊഴിലിനോടുള്ള പൊതുവായ നിലപാടായിരുന്നു അത്. ഇപ്പോൾ യേശുവിനെ തച്ചൻ്റെ മകനായി കാണുകയും തിരസ്കരിക്കുകയും ചെയ്തൊരു സമൂഹത്തിൽ ഇന്ന് എന്ത് പ്രസക്തിയുണ്ട് ഈ തൊഴിലിന്? സഭ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്ന് യോസഫിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി പ്രഘോഷിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് തൊഴിലിൻ്റെ മഹത്വം എടുത്തു കാണിക്കുകയാണ്. 1955 പിയൂസ് 12 മാർപ്പാപ്പ മെയ് മാസം 1 തൊഴിലാളി മധ്യസ്ഥനായ യോസേപ്പ് പിതാവിൻ്റെ നാളായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. അത് ഒരു സാമൂഹ്യ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ മെയ് ദിനം തൊഴിലാളി ദിനമായിട്ട് ആചരിച്ചിരുന്നു. അത് പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് രാജ്യങ്ങളാണ് കൂടുതലായിട്ട് നിന്നത്. അപ്പോൾ തൊഴിലിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുന്നതോടൊപ്പം ദൈവനിഷേധവും എല്ലാം കടന്നു പോകുന്നതായിരുന്നു ആ സാഹചര്യത്തിൽ. അപ്പോൾ തൊഴിലിൻ്റെ പ്രാധാന്യം സഭയിലുമുണ്ട്. യേശുവിൻ്റെ തന്നെ പ്രവർത്തനത്തിൽ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ തൊഴിൽ. അപ്പോൾ തൊഴിലിനോടുള്ള യേശുവിൻ്റെ നിലപാട് അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ ആവശ്യമാണ്. നെറ്റിയിലെ ഈർപ്പുകൊണ്ട് ഭക്ഷിക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തൊഴിൽ അത് മനുഷ്യന് ഉപകാരപ്രദമായ ഏത് തൊഴിലും മഹത്വമുള്ളതാണ്. ഒന്നും മറ്റേനേക്കാൾ വലുതാണെന്ന് മെച്ചമാണെന്ന് പറയേണ്ടതില്ല. തൊഴിൽ ചെയ്യുന്നതും മഹത്വമുള്ള കാര്യമാണ്. പക്ഷേ ഈ തൊഴിലിൻ്റെ പേരിൽ മറ്റുള്ളവർ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിമകളാക്കാനോ ഉള്ള ആ പ്രവണത ഒഴിവാക്കണം. അപ്പോൾ യേശു തൊഴിലാളിയായിരുന്നു, നാമും തൊഴിലാളിയാണ്. അപ്പോൾ മറ്റുള്ളവരെ തൊഴിലിൻ്റെ പേരിൽ അവഗണിക്കാനോ പരിഹസിക്കാനോ പോകുന്ന മുമ്പേ അവർക്ക് യേശുവിനുണ്ടായ നിലപാട്, നസ്താർക്കുണ്ടായ നിലപാട് നമുക്കുണ്ടായത്. അപ്പോൾ ഈ തൊഴിൽ ചെയ്യാൻ ഉള്ള സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. ഈ തൊഴിലിലൂടെയാണ് നമ്മുടെ വിശുദ്ധീകരണം നടക്കുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ഏതുമാകട്ടെ പൂർണ്ണ വിശ്വാസത്തോടെ നിർവഹിക്കുക. അതിന് തൊഴിലാളികൾ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥവും മാതൃകയെന്ന പ്രചോദനമാകട്ടെ. നിൻ വഴിയേ നടക്ക